സിറ്റിയിൽ തുടങ്ങിയിരിക്കുന്നു ഫിൽമി മേള. വാവ് കൊച്ചളിയ, നമുക്ക് എല്ലാവർക്കും കൂടി ഈ മേള കാണാൻ പോയാലോ? എനിക്കിത് കാണണം. ഫിൽമി മേള എങ്ങനെയാ നടക്കുന്നത്? നീ അത് വിട്ടേക്ക് ഹണി. നീ അവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. നന്നായി നടക്കുന്ന മേള അവസാനം പൊട്ടിയ തബല പോലായി പോവും. അതെ, നീ കാണിച്ച മണ്ടത്തരം കൊണ്ട് മാഡം ഞങ്ങളെ ഒരു മാസം പുറത്തു പോലെന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോ. പക്ഷെ എനിക്ക് ഫിലിമി മേള കാണാനായിട്ട് വല്ലാതെ ആഗ്രഹം തോന്നുന്നു. എനിക്ക് ഈ ലോകത്തിനെ തലകുത്തര വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുമോ? വേണ്ട പോപ്പട്ട്, ലോകത്തിനെ തലകുത്തിനെ ആക്കരുത്. ലോകത്തിനെ തലകുത്തിനെ ആക്കിയാൽ പിന്നെ എനിക്ക് തലകുത്തിനെ നടക്കാൻ കഴിയൂ. കാലിലിടുന്ന ഷൂവിന് പകരം എനിക്ക് കയ്യിലിടുന്ന ഷൂ മേടിക്കേണ്ടി വരും. മനസ്സിലായോ? വന്ന് കാണൂ. കൂട്ടുകാരെ, ഞാൻ ഇത്രയും വലിയ ബയോസ്കോപ്പ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതെ, ഇത് വളരെ വലുതാണ്. കൂട്ടുകാരെ, ദാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഞാൻ അമർത്തി നോക്കട്ടെ. ഇത് വർക്കാവോ ഇല്ലേന്ന് അറിയണ്ടേ? വേണ്ട, ഹണി. ഇത് കണ്ടിട്ട് ബയോസ്കോപ്പ് ആണെന്ന് തോന്നുന്നില്ല. സംശയമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. ഇത് ഫിൽമി മേളയുടെ വേറൊരു സ്റ്റോൾ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ടോളല്ല പോപ്പട്ട്, ഈ സ്ഥലം തന്നെ വേറെയാണ്. എന്റെ അമ്മച്ചി, നമ്മളിത് എവിടെ എത്തിയിരിക്കുന്നത്? ഇത് ഏത് രാജാവിന്റെ കൊട്ടാരമാണെന്ന് തോന്നുന്നു. അനാർക്കലിയെ എത്രയും പെട്ടെന്ന് തുറുങ്കിലടയ്ക്കൂ. ആജ്ഞ പോലെ. എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പൊന്നു മഹാരാജാവേ, ഞങ്ങളോടൊന്ന് ക്ഷമിക്കേ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സംശയട്ടോ? പോപ്പട്ടെ, ഞാൻ ഇതുവരെ മഹാരാജാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൊന്നു മഹാരാജാവ് ആരാടാ? മാർക്കറ്റിൽ ഇറങ്ങിയ പുതിയ ഡിഷിന്റെ പേരാണോ? സാർ, തെറ്റുപറ്റിപ്പോയി സാർ. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്നു പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പോകാനേ അനുവദിക്കണം. മിണ്ടിപ്പോകരുത്. എന്റെ സദസ്സിൽ അതിക്രമിച്ച് കയറിയവരാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഇടിച്ച് പറപ്പിക്കും. മഹാരാജാവേ, അങ്ങേക്കൊരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. ഈ പോപ്പട്ട് ഇടിക്കാതെ തന്നെ പറക്കും. പോപ്പട്ടെ, നീ ഒന്ന് പറന്ന് കാണിക്കടാ. അടിപൊളി. ഇവനെ പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ശത്രുവിന്റെ ആവശ്യമേ ഇല്ല. എടാ കഴുതേ, അല്പനേരം വായോടത്തുനിന്ന് മിണ്ടായിരിക്കടാ. ആരും ഇനി ശബ്ദിച്ചു പോകരുത്. സൈനികരെ, ഈ ചാരന്മാരെ ഉടൻ തന്നെ അനാർക്കലിയോടൊപ്പം സമാധിയാക്കി കളയൂ. ഈ ആജ്ഞ ഉടൻ തന്നെ നടപ്പിലാക്കൂ. ഇത് നോക്കൂ, ഇതാണ് ആ ടൈം മെഷീൻ. ടൈം മെഷീൻ അല്ല, ഇത് നക്ഷത്രങ്ങൾ കാണാനുള്ള മെഷീനാണ്. അങ്ങനെയാണോ? ഇതിൽ നക്ഷത്രം കാണാൻ പറ്റൂ? എങ്കിൽ ഞങ്ങൾക്കും കൂടി കാണിച്ചാ. ഞാൻ രാജാവാണ്. ഞാൻ എന്തിനു നിങ്ങൾ പറയുന്നത് കേൾക്കണം? അത് ശരി, ഞങ്ങൾ ഏതായാലും ഇല്ലാതാക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതിയാ മതി. ആ, എന്നാൽ ശരി, വന്നോളൂ. എന്താണിത്? ഞാനിപ്പോൾ എവിടെയാണ്? വെൽക്കം ടു 2019. ഞങ്ങളുടെ ഈ കാലത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഫിൽമി മേള കാണിച്ചു തരാം. എന്ത് വിചിത്രമായ സ്ഥലമാണിത്. ഞാനിപ്പോൾ എവിടെയാണ് കുട്ടികളെ? എന്റെ സാർ, ഇത് ഇന്ത്യ തന്നെയാണ്. നിങ്ങളിൽ നിന്നും 450 വർഷം മുന്നിൽ.
എനിക്ക് ഈ സ്ഥലം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഉടൻ തന്നെ എന്നെ അന്തപുരത്തിലേക്ക് എത്തിക്കൂ പ്ലീസ്. ശരി, ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാം. പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് ഒരു വാക്ക് തരണം. അങ്ങ് ഒരിക്കലും അനാർക്കലിയെ ശിക്ഷിക്കില്ല എന്ന്. ശരി, ഞാനിതാ വാക്ക് തരുന്നു. ഞാൻ അനാർക്കലിയെ ഒന്നും തന്നെ ചെയ്യുകയും ഈ പഴത്തിന്റെ തൊലി ഇത് എവിടുന്നാ വന്നത്? ഞാൻ കഴിച്ച പഴമായി ഇത്. ഞാൻ മോഷ്ടിച്ച് കഴിച്ച പഴമാണിത്. ഞാനെല്ലടും മോഷ്ടിക്കും. ഞാൻ മനസ്സ് മോഷ്ടിച്ചെടുക്കും. ഞാൻ വാഴപ്പഴം കഴിക്കും. ഞാനത് മോഷ്ടിച്ച് കഴിക്കും. ആ? ബാഡ് മങ്കി. ഞാൻ കർത്ത എല്ലാരുടെയും സുഹൃത്ത. ഇത് സത്യമാണ് കേട്ടോ. എന്റെ അടുത്താണോ കളി? അടിച്ചോ. പാട്ട് പാടും ഞാൻ ബോസ്. എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ ബോസ്? പാട്ട് പാടും ഞാൻ ബോസ്. പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെയാ പാടുക? എനിക്ക് ഞാൻ എല്ലാരേക്കും ഉറപ്പാ. ചമ്മന്തിയാക്കും എല്ലാരെയും ഞാൻ സൈസ. എന്നോട് കളിച്ചാൽ വിടില്ല ഞാൻ അടിമീൽ. എന്നോട് കളിച്ചാൽ വിടില്ല ഞാൻ. ഇടിച്ച ചമ്മന്തിയാക്കും കപ്പയുടെ കൂടെ വച്ച് കഴിക്കും. മാറിക്കോ ഇവിടുന്ന് സ്ഥലം വിട്ടോ. അടിപൊളി അടിപൊളി. പറക്കം തളിക ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡോക്ടർ ബാലു, നിങ്ങളും വന്നിട്ടുണ്ടോ? അടികൈ ഇങ്ങോട്ട് വരൂ. വയസ്സായെങ്കിലും മനസ്സിനകത്ത് ഞാൻ കുട്ടിയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് വെളുപ്പാണെങ്കിലും അകം മുഴുവൻ കളർഫുൾ ആണ്. ഞാൻ പാടും, മനസ്സിൽ നിന്നും പാടും. സ്വാഗതം സ്വാഗതം സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം. എല്ലാവരും വന്നു കഴിഞ്ഞല്ലോ. എങ്കിൽ ഉടൻ തന്നെ നമുക്ക് മത്സരം തുടങ്ങാം. അല്ല, ഈ മന്ന ആരാണ്? ഖന്നയായിരിക്കും. ഇതാണ് ഖന്ന സാർ. ഇപ്പോൾ ഖന്നയും കിറ്റ്കിറ്റും മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. Hey bye! Sing song, sing song, sing song, zoom. Ping pong, ping pong, ping pong, boom. Sing song, zoom. Bye! ഇന്നാ ഇതും കൂടെ കേട്ടോ. Sing song, zoom. Ping pong, ping pong, ping pong, boom. എന്താ ബായ്, നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ? സംഭവം എന്തായാലും കൊള്ളാം. പക്ഷേ ലിറിക്സ് ഒന്നും കാണുന്നില്ലല്ലോ. അത് എന്റെ അടുത്തുണ്ട്, കേട്ടോ. മരത്തിന്ന് ഉരിച്ച് തോലെടുക്കാം, കുപ്പിവെള്ളം കുടിച്ച് വയർ നിറയ്ക്കാം. ജയിക്കാൻ വന്നവനാണ് ഞാൻ, എതിർക്കാൻ വന്നവൻ ഓടിക്കും. മരത്തിന്ന് തോല് ഉരിച്ചെടുക്കാം, കുപ്പിവെള്ളം കുടിച്ച് വയർ നിറയ്ക്കാം. ആഹാ, അല്ലേ ബല്ലേ. ആഹാ, ഹേ. ശക്തനാ ഞാൻ. ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വാ നീ. കാണിക്കട നിന്റെ ശക്തി. വാടാ ബാബാ. ഞാൻ ഒരു സ്വർണ്ണ പക്ഷി, നീ ഒരു പഴഞ്ചട്ടി. നീ ആരാന്ന് എന്നോട് കാണിക്കേ. വട വട ആരാന്ന് കാണിക്കേ. യോ യോ വാടാ. എടാ വാടാ. നീ മണ്ടൻ, ഞാൻ ബുദ്ധിശാലി. ലോകമറിയും എന്നെ കുറിച്ചിനി. ഞാൻ മരുന്നാണെങ്കിൽ നീ രോഗം. പോകാൻ നോക്ക് ഇവിടുന്ന് വേഗം. വിട്ടോ. ഏയ്, സ്ഥലം വിട്ടോ. ആഹാ, അടിപൊളി അടിപൊളി. മറുപടി ഇല്ലാതാക്കിയിരിക്കുകയാണ്. കലക്കി. കണ്ടോ ഞാൻ ചെയ്യുന്നു റാപ്പ്. തോൽവി ഇന്ന് നിനക്കുറപ്പാ. മത്തങ്ങ മോന്ത വെച്ചോണ്ട് ഇവിടെ നിക്കണ്ട, പോയിക്കോ വേഗം.
എടാ പോയിക്കോ. ഏ? വരൂ, വേഗം വന്ന് കയറിക്കോ. വെൽക്കം. ചേട്ടാ ഓട്ടോ റിവേഴ്സ് എടുത്ത് പോ. എന്തിനാ? സ്റ്റേഡിയം ആ ഭാഗത്താ ഉള്ളത്. നമ്മൾ റോങ് റൂട്ടിലാ പോകുന്നത്. അയ്യോ അയ്യോ എന്റെ ചേട്ടാ യു ടേൺ എടുക്ക്. ഞാൻ തിരിക്കില്ല, ഇതെന്റെ ഓട്ടോയാ. ഞാൻ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കും അവിടെ പോകുള്ളൂ. ഇത് സണ്ണിയാണ്. സംശയം കേട്ടോ. നീ ഓട്ടോ നിർത്ത. ഇല്ല, എനിക്ക് ജുങ്കി സൂപ്പറിന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തത് വരെ ഹണിയെ ഞാൻ ചെയ്യാൻ അനുവദിക്കില്ല. ഓ വേഗം വന്ന് ഇതിൽ കേറ്. ഗാർഡൻ ആകെ വൃത്തികേടായി കിടക്കുവാണല്ലോ. എന്റെ പുതിയ ഷൂവിന്റെ കളറാണ് യെല്ലോ. ആഹാ, എന്റെ തോട്ടത്തിൽ പുതിയ പൂ വിരിഞ്ഞല്ലോ. അടി കൈ. ആഹാ, വളരെ മനോഹരമായിട്ടുണ്ട്. താങ്കളുടെ ഗാർഡൻ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് ഖന്ന സാറേ. വൗ, നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ കിറ്റിക്കെതിരെ ഇങ്ങനെ പച്ച പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നേ. ഇന്നലെ എന്റെ അമ്മാവൻ ഡെറാഡൂണിൽ നിന്ന് പോന്നു. ഹണിയെയും നമ്മൾ ഇതാ പറ്റിച്ചിരിക്കുന്നു. അടി കൈ. ഹലോ മിസ് കാറ്റ്കർ. ഇതെന്താ, രണ്ട് കിറ്റിയാണോ? അത് കിറ്റിയല്ല, ചെടിയുടെ ഡിസൈനാണ് അനിയ. ഞങ്ങളുടെ ഗാർഡനർ ഉണ്ടാക്കിയതാ. ഓ, താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ താങ്കളുടെ ഗാർഡനറെ ഞങ്ങളെ വീട്ടിലേക്കൊന്ന് വിടാവോ? ഞങ്ങൾക്കും ഞങ്ങളുടെ ഗാർഡൻ ഇതുപോലെ ഭംഗിയുള്ളതാക്കണം. തെറ്റിദ്ധാരണകൾ നമുക്ക് തന്നെ സ്വയം തിരുത്താം. അയാളെ ഞാൻ ഇന്ന് തന്നെ വിളിച്ചു വരുത്താം. അടി കൈ. ആദ്യം ഖന്ന സാറേ അയാളെ വിളിച്ചു വരുത്ത്. അതിനുശേഷം അടിക്കാം. നിങ്ങൾ ആരാണ്? ഗ്രീൻ റാഡ്. ആരാ ഹണി? ട്രാഫിക് സിഗ്നൽ വന്നിരിക്കുന്നു. ഗ്രീനും പിന്നെ റെഡും ഉണ്ട്. ഈ യെല്ലോയിന് എന്താ കൂടെ ചേർക്കാത്തെ? നിങ്ങൾ ആരാണ്? My name is Green Rad. അതെന്താ ഈ ഗ്രീൻ റെഡ്? Actually, my mother put this name. എന്റെ അമ്മയാണ് എനിക്ക് ഈ പേരിട്ടത്. ഇപ്പൊ മനസ്സിലായോ? പിന്നെ മിസ്റ്റർ ഖന്ന മൈൻ മേ. മൈൻ മീ എന്ന് വെച്ചാല് മിസ്റ്റർ ഖന്നയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. എനിക്കിപ്പോ മനസ്സിലായി. മൈനെന്ന് ഉദ്ദേശിച്ചത് അയച്ചതായിരിക്കും അല്ലേ? ഓ, അപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് മിസ്റ്റർ ഖന്നയാണല്ലേ? യെസ് മാഡം. ദേ നോക്കൂ, എന്റെ ഗാർഡനും ഖന്ന സാറിന്റെ ഗാർഡൻ പോലെ ഭംഗിയാക്കി തരണം. നിങ്ങളുടെ പേരെന്താണ്? ഗ്രീൻ റാഡ്. ഗ്രീൻ റെഡ്. അത് വന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു. നല്ല കളർഫുൾ ആയ പേരാണല്ലോ ഇട്ടിരിക്കുന്നത്. അത് പിന്നെ ഗാർഡൻ വിൽ ബി മേക്ക് മീ ഹാൻസം ലൈക്ക്. ഇദ്ദേഹം പറയുന്നതേ ഇദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഗാർഡനും ഭംഗിയാക്കി തരുമെന്നാ. ഓക്കെ ഓക്കെ, വേഗം ജോലി തുടങ്ങിക്കോളൂ. ഫസ്റ്റ് മണി സ്റ്റോക്ക്. അല്ലാസ് മെൻവാർ. സെക്കൻഡ് ജൂൺ കഞ്ഞി. അതെന്താണ് സെക്കൻഡ് ജൂൺ എന്ന് പറഞ്ഞത്? പറഞ്ഞു വരുന്നതേ
ഓരോ മനുഷ്യനും മാസം തോറും പണിയെടുക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടാണെന്നാണ്. പക്ഷെ ഹണി, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അതായത് മണി ബ്രേക്ക്ഫാസ്റ്റ് റേഷൻ. പൈസ കൊടുത്താലേ റേഷൻ കിട്ടണമെന്നാ പറഞ്ഞു വരുന്നത്. ആ നിങ്ങൾ കാശിനെ കുറിച്ച് ആലോചിച്ച് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. വേഗം ജോലി തുടങ്ങിക്കോളൂ. പോകൂ കുട്ടികളെ, നിങ്ങൾ പോയി വേഗം ഈ റെഡ് ഗ്രീനെ ഗ്രീൻ റെഡിനെ ജോലിയിൽ സഹായിക്കാൻ നോക്കൂ. പോകൂ. ഈ വഴിക്ക് വരലെന്ന് അങ്ങനെ പറഞ്ഞത് കേട്ടോ? ആ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായതാ, കാരണം എളുപ്പമായിരുന്നു. അല്ല ഗ്രീൻ റെഡ്, നിങ്ങൾ ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യൂ. പിന്നല്ലാതെ നെവർ ഗെറ്റ് നെഗ്ലക്ട്. പറഞ്ഞത് മനസ്സിലായോ? കഠിനാധ്വാനി ഒരിക്കലും പരാജയപ്പെടില്ല, അതാ അതിന്റെ അർത്ഥം. എന്റെ അമ്മേ, താൻ എന്താ ഈ കാണിച്ചത്? താൻ ചെടി മുറിക്കാൻ വന്നാണോ അതോ എന്റെ മുടി മുറിക്കാൻ വന്നാണോ? ഇനിയിപ്പോ കൊച്ചളീന് സലൂണിൽ പോയി കാശ് കളയേണ്ട ആവശ്യം വരില്ല. ഇയാള് നമ്മളെ ബുദ്ധിമുട്ടിക്കാണല്ലോ. മേഡത്തിന്റെ മുമ്പിൽ ഒരു നല്ലവനെ പോലെ അഭിനയിക്കായിരുന്നു. This is more fun for eating, more for show. അതിന്റെ അർത്ഥം എന്താണ്? രാവിലെ കഴിച്ചതെന്തോ അയാളുടെ പല്ലിന്റെ ഇടയിൽ കൊടുക്കിയിട്ടുണ്ട്. അതിന്റെ കാര്യം ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. കണ്ടിട്ടെന്തോ പന്തികേടുള്ളത് പോലെ. ഇയാളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ചേട്ടാ, ഈ പൂക്കള് പുതിയ ഇറക്കുമതിയാ. എല്ലാം നല്ല ഫ്രഷ് ആണെന്നേ. ഒരെണ്ണത്തിന് 100 രൂപയാണ് വില. I take one item, പക്ഷെ only 50 rupees. അയ്യോ പറ്റില്ല ചേട്ടാ, ആ പറഞ്ഞ വില വളരെ കുറവാണ്. This is not without bargain time. വില പേശാൻ എന്റെ കയ്യിൽ ടൈം ഇല്ല. 50 രൂപയ്ക്ക് തരാൻ പറ്റും കിട്ടാ? അത് ഓക്കെ ശരി, എന്നാലും ഒരു 50. ഇത്രയും ഒരുമിച്ച് മേടിച്ചതല്ലേ, ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നൂടെ എനിക്ക്? ദാ. കൊച്ചളിയെ സംശയിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. ഇയാള് മേഡത്തിന്റെ കാശ് ലാഭിക്കാനല്ലേ നോക്കിയത്. ഇപ്പോൾ ഈ ഗാർഡൻ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഇവിടെ ചുമന്ന പൂക്കൾ കൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. യെസ് മാഡം, യെസ്. ആക്ച്വലി ഗാർഡൻ കാണുമ്പോൾ എന്റെ ഹൃദയം പോലും ഗാർഡനായി ഇരിക്കുന്നത്. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാഡം. സത്യത്തിൽ എന്റെ പേടി മാഡത്തിന് റെഡ് ഡിസൈൻ ഇഷ്ടപ്പെടുമോ എന്നതായിരുന്നു. ഒരെണ്ണത്തിന് 100 രൂപയാ വില. ഇയാള് മേഡത്തിനോട് കള്ളമാണ് പറയുന്നത്. ഇയാൾ ഇതൊക്കെ 50 രൂപയ്ക്കല്ലേ വാങ്ങിയത്? നമുക്ക് മേഡത്തോട് പറയാം, സംശയമുണ്ടോ? ഒരു പ്രയോജനമില്ല. ആ കച്ചവടക്കാരന് ഇയാളുടെ ഭാഗത്തെ നിൽക്കൂ. അയ്യോ മാഡം, 200 give me more. മൊത്തത്തിൽ 1000 രൂപയുടെ പൂക്കളുണ്ട്. പിന്നെ ഈ പുല്ലുകൂടെ ചേരുമ്പോ 2000 രൂപയായി. ഓഹോ, ദാ, ഈ 1000 രൂപ കൂടി ഇരിക്കട്ടെ. എന്റെ ഈ ഗാർഡന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകരുത്. ഇയാളെ നമ്മുടെ മേഡത്തിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇയാള് മിക്കവാറും എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. പക്ഷേ എങ്ങനെയാണ്? അതിനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഇയാൾ എന്നെ തല്ലാൻ വരെയാണ്. രക്ഷിക്കണേ, ആരെങ്കിലും വാ.
അയ്യോ ആരെങ്കിലും ഷെയ്ക്കിനെ ഒന്ന് രക്ഷിക്കണേ. നാളെ മുതൽ ശക്തമായ മഴ പെയ്തേക്കാം. ഈ ഷെയ്ക്കിനെ ഞാൻ ഇപ്പൊ തന്നെ രക്ഷിക്കാം. അടി കൈ. നിങ്ങൾ എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാശ് തരാം. പച്ചക്കറി ചന്തയിൽ നിന്നാ വാങ്ങിക്കുന്നേ. എന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നേ? ഈ തോട്ടക്കാരൻ കാരണം നീ ഇത്തവണ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ തിരിച്ചു വരും ഷേക്കെ, ഓർമ്മിച്ചോ? വാ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ധീരൻ തന്നെയാണ്. ഇനി ഞാൻ നിന്നെ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ ബോഡി ഗാർഡായിട്ട് ഞാൻ മാറ്റും. മാസ ശമ്പളം 10,000 ദിനാറായിരിക്കും. 10,000 അനാറോ? എടോ അനാറെന്നല്ല ദിനാർ എന്നാ പറഞ്ഞ സംശയമുണ്ടോ? അത് കുറവാണെങ്കിൽ 20,000 ദിനാർ തരാൻ ഞാൻ പറഞ്ഞ വാക്കുകൾ മാറ്റാറില്ല. പക്ഷേ ഷേഖ് സാറേ, ഇത് ബോഡി ഗാർഡൊന്നുമല്ല, വെറും ഗാർഡനർ ആണ്. വാ എന്റെ കൊട്ടാരത്തിൽ ഗാർഡനുമുണ്ട്. അതിനുവേണ്ടി 10,000 ദിനാർ ഞാൻ എക്സ്ട്രാ കൊടുക്കും. 1 way 2 bar. ഒരേ സ്ഥലം 2 ജോലികൾ. ഐ ആം റെഡി. തനിക്ക് ഞങ്ങളുടെ മേഡം തന്ന ജോലി കളഞ്ഞിട്ട് എങ്ങനെ പോവാൻ സാധിക്കും? മണി എത്ര ഗീവ് യു അത്ര ഞാൻ വർക്ക്ഡ് ഹിയർ. ഇനി നോ മണി നോ വർക്ക്.